ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു പരിശോധന നടത്തിയ ശേഷം ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം ഈ വരുന്ന 3-ാം തീയതി, ഒക്ടോബർ 3-ാം തീയതി. ഇപ്പോൾ SIT ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്ന്, ഏതാണ്ട് 4000 പേജ് വരുന്ന റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്ന് 20 പേരുടെ മൊഴികൾ ഗൗരവ സ്വഭാവമുള്ളതാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്, അവർ വിലയിരുത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായും രാഹുൽ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഈ മറുഭാഗത്ത് നിൽക്കുന്നവർ, അതായത് അതിജീവിതകൾ, ആരോപണം ഉന്നയിച്ച വ്യക്തികൾ ആരോപണ വിധേയർ മാത്രമാണ്, അവർക്കെതിരെ വിധിക്കാനുള്ള സമയമായിട്ടില്ല എന്നതാണല്ലോ. ഇന്നിപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് ഗൗരവ സ്വഭാവമുള്ള മൊഴികളുണ്ട് എന്ന നിഗമനം SITക്കുണ്ട്. അതിൽ പോക്സോ സ്വഭാവമുള്ള മൊഴികളും വെളിപ്പെടുത്തലുകളും ഉണ്ട് എന്ന് കണ്ടെത്തിയതായി സൂചനകളും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി സ്വാഭാവികമായും നിയമ നടപടികളിലേക്ക് കടക്കുകയല്ലേ ചെയ്യുക? ശ്രീ ഗോപികൃഷ്ണൻ, രണ്ട് കാര്യങ്ങൾ. ആദ്യമായി പ്രകാശ് ബാരെ സാറിനോട് യോജിപ്പുള്ള കാര്യം പറയാം. ശരിക്കും ഇതൊരു മഹാഭാരത യുദ്ധം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഒരു പക്ഷത്ത് ധർമ്മമുള്ള സത്യമുള്ള പാണ്ഡവരും മറുപക്ഷത്ത് കള്ളം പറയുന്ന കൗരവരും. ആ പാണ്ഡവരുടെ കൂട്ടത്തിലുള്ള പേരുകൾ നിവിൻ പോളി, ജയസൂര്യ, ബാബുരാജ്, മുകേഷ്, സിദ്ദിഖ് തുടങ്ങിയാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സീനിയോറിറ്റി ഉള്ളതുകൊണ്ട് നമ്മുടെ രഞ്ജിത്ത് സാറിനെ ശ്രീകൃഷ്ണനായിട്ട് വെക്കാം. ഒരു ഭാഗത്ത് സത്യമുള്ളവരും മറുഭാഗത്ത് ആരൊക്കെയാണ്? വ്യാജ ഡോക്ടറേറ്റ് ഉള്ളവർ, ചൈനയിൽ നിന്ന് പുറത്താക്കിയ, സഹപാഠിയുടെ നഗ്ന ചിത്രം എടുത്തതിൽ നിന്ന് ചൈനയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തി, മൈനറിനെ റാക്കറ്റിലേക്ക് എത്തിച്ചു കൊടുത്ത വ്യക്തി, ഇന്ന് രാവിലെ തൊട്ട് വാർത്ത എഴുന്നേൽക്കൊണ്ട് കൊച്ചിയിലുള്ള നിവിൻ പോളി ദുബായിലെത്തി തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ വ്യക്തി. അങ്ങനെ അതിജീവിതകളെ എല്ലാം നമുക്ക് ബഹുമാനമാണ്. പക്ഷേ അതിജീവിതകളുടെ പേരിൽ വ്യാജ അതിജീവിതകൾ അഥവാ വ്യാജ ജീവിതകൾ മറ്റൊരു വശത്ത്. അതുകൊണ്ട് ഇത് മഹാഭാരത യുദ്ധം തന്നെയാണ്. പാണ്ഡവപക്ഷം ജയിക്കും എന്ന് അദ്ദേഹം ഓർത്തിരുന്നാൽ നല്ലതാണ്. ഇനി നിയമപരമായ വളരെ ഷാർപ്പായ ഉത്തരം ശ്രീ ഗോപികൃഷ്ണൻ ശ്രദ്ധിച്ചു കാണും. ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ ആദ്യമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അതിന്റെ ഉത്തരവിൽ 7-ാം പേജ് 7-ാം പാരഗ്രാഫ് 2-ാം ഉപഖണ്ഡിക 3 മുതൽ 4 വരി വരെ ഹൈക്കോടതി പറയുന്നു, ആരോപിതരുടെ പേരിനും പ്രൈവസി കൊടുക്കണം. ഇത് ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ ആദ്യമാണ്. ഇല്ലെങ്കിൽ തമ്പിസാറിനെ തിരുത്താം. 7-ാം പേജ് 7-ാം പാരഗ്രാഫ് 2-ാം ഉപഖണ്ഡിക 3 മുതൽ 4 വരിയിൽ പ്രൈവസി ഓഫ് ദി വിക്ടിംസ് ആസ് വെൽ ആസ് ദോസ് ഹു ആർ അക്യൂസ്ഡ്, ഇവർക്ക് രണ്ടുപേർക്കും പ്രൈവസി നൽകണം. ഈ ഇൻവെസ്റ്റിഗേഷൻ ഫെയർ ടു ഓൾ ആയിരിക്കണം. പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല, പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ്. ഒരു പക്ഷേ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഇതൊരു പുതിയ പ്രീസിഡന്റ്, ഒരു കീഴ്വഴക്കം തന്നെയാണ്. അതായത് ഒരുപാട് വ്യാജ ആരോപണങ്ങൾ വരുന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും അത് ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ്, ഇവർക്കും പ്രൈവസി നൽകണം. 2 പോക്സോ അടക്കമുള്ള കേസുകളുണ്ടെങ്കിൽ സീരിയസ് ആണ്, അന്വേഷിക്കട്ടെ. പക്ഷെ അതിന്റെ മെറിറ്റ് വെളിവായതിനു ശേഷം മാത്രമേ ആൾക്കാരുടെ പേര് വെളിവിടാവൂ. ഇനി അത് മുമ്പൊക്കെ രാഹുൽ ഈശ്വറിന്റെ വാദം മാത്രമായിരുന്നു, ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായം കൂടെയാണ്. ഓർക്കുക, ഓറൽ ഒബ്സർവേഷൻ അല്ല, എഴുതി വെച്ചിരിക്കുന്ന വിധിയാണ്. അതുകൊണ്ട് പോക്സോ അടക്കമുള്ള എല്ലാ കേസും അന്വേഷിക്കണം. വളരെ സീരിയസ് ഒഫൻസുകൾ ഉണ്ടെങ്കിൽ, റേപ്പ് ഉണ്ടെങ്കിൽ, പോക്സോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നടപടി ഉണ്ടാകണം. പക്ഷേ അത് കോടതിയിലെത്തി കോടതി പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് കണ്ടതിന് ശേഷം, അല്ലാതെ ശ്രീ ദിലീപിനെ കരിവാരി തേച്ചതുപോലെ വ്യാജ രാഹുൽ, എനിക്ക് എവിടെയാണ് രാഹുലിനോട് വിയോജിപ്പുള്ളത്. അതായത് ഇപ്പോൾ താങ്കൾ പറയുന്നത് അതിജീവിതകളുടെ, അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയ, മൊഴി നൽകിയ അതിജീവിതരുടെ സ്വകാര്യത പോലെ തന്നെ നിയമപരമായി സംരക്ഷിക്കപ്പെടേണ്ടതാണ് ആരോപണ വിധേയരായ ആളുകളുടെ സ്വകാര്യതയും എന്ന് കോടതി പറഞ്ഞു എന്നാണ്. എനിക്കതിനകത്ത് അവിശ്വാസമുണ്ട്. കാരണം ഞാൻ ആ ഭാഗങ്ങളെ അങ്ങനെയല്ല മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. പക്ഷേ ഒരൊറ്റ മിനിറ്റ് രാഹുൽ, ലെറ്റ് മീ പ്ലീസ് കംപ്ലീറ്റ് ആൻഡ് യു ക്യാൻ ഹാവ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ അതിനകത്ത് അതിജീവിതയുടെ സ്വകാര്യത എന്നത് ഇനിയിപ്പോൾ ഒരു വിധിന്യായത്തിലൂടെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. അത് നമ്മുടെ നിയമത്തിന്റെ ഭാഗമാണ്. നിയമത്തിന്റെ മാന്യതയുടെയും മര്യാദയുടെയും നിയമപരമായ സാഹചര്യങ്ങളിലും അത് അവിടെ നിലനിൽക്കുന്ന ഒന്നാണ്. അതിജീവിതയുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം. പിന്നെ ആരോപണ വിധേയരുടെ സ്വകാര്യത സംബന്ധിച്ച കാര്യങ്ങൾ, ദാറ്റ് ഈസ് എ മാറ്റർ ടു ബി ഡിബേറ്റഡ്. കാരണം ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന അയാളെ സംബന്ധിച്ച്, അതായത് ഈ സ്ത്രീ പീഡനം പോലെയുള്ള കേസുകളിൽ, യു നോ ദാറ്റ് ബെറ്റർ ദാൻ മീ ആസ് യു ആർ എ ലോയർ രാഹുൽ ഈശ്വർ, ആരോപണ വിധേയരായ ആളുകൾ അവരുടെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് അവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക ആരോപണ പരാതികൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടത്. പിന്നെ പോക്സോ കേസുകൾ സംബന്ധിച്ച കാര്യങ്ങളിലെ വെളിപ്പെടുത്തലുകളിൽ താങ്കൾ ഈ ചർച്ചയിലെടുത്ത നിലപാട് കോടതി തീരുമാനിക്കണം കേസിന്റെ കാര്യമെന്നാണ്. എൻ്റെ പരിമിതമായ നിയമജ്ഞാനം വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം കേസുകളിൽ സ്വമേധയാ കേസുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ്. ആൻഡ് ഫോർ എ ബെറ്റർ ക്ലാരിഫിക്കേഷൻ, we have with us Mr. പ്രിയദർശൻ തമ്മിൽ. നമുക്ക് അദ്ദേഹത്തോട് ഒറ്റ വരി മാത്രം കൃത്യമായ വിധിന്യായത്തിൽ ഞാൻ അങ്ങേക്ക് ഇപ്പം വിധിന്യായം ഫോർവേഡ് ചെയ്യുന്നുണ്ട്, അങ്ങ് വായിച്ചും കാണും. 7-ാം പേജ്
7ാം പാരഗ്രാഫ് 2ാം ഉപഖണ്ഡിക 3ാം വരിയിൽ ആ അല്ല, വരി ഞാൻ ഒരു വരി പറഞ്ഞത് മാത്രം. ഐ ഹാവ് ഓൺലി ഡിസ്അഗ്രിമെന്റ് ഓൺ വൺ മാറ്റർ, അതായത് ഈസ് ദാറ്റ് ദ പ്രോപ്പർ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളത് മാത്രമാണ്. ദാറ്റ് ഈസ് വാട്ട് ഐ വാസ് ടെല്ലിംഗ് യു. ജസ്റ്റ് 1 മിനിറ്റ്. explicit ആയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അല്ല, ഒറ്റ മിനിറ്റ്. Privacy അഡ്വക്കേറ്റ് rights പ്രിയദർശൻ of തമ്പി the ഈസ് എൻ victim എക്സ്പെർട്ട്, as well ലീഗൽ as എക്സ്പെർട്ട് ഉണ്ടല്ലോ both നമ്മുടെ കൂടെ. against whom the allegations have been leveled. നമ്മുടെ കൂടെ അല്ലെങ്കിൽ പ്രിയദർശൻ തമ്പി സാർ ഉണ്ട് രാഹുൽ.